സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം അക്ഷയ്. ഞാൻ വൈഷ്ണവ്. ഞാൻ നീള. തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം, വൈഷ്ണവ് അക്ഷയ് ഞങ്ങളുടെ പേരെങ്കിലും ഞങ്ങളെ വീട്ടിൽ വിളിക്കുന്ന ചില ചെല്ല പേരുകളുണ്ട്. ഞാൻ സച്ചു, ഇവൻ സനു, ഇവൾ കാശി. ഇപ്പൊ ഇതെന്തുകൊണ്ടാ പറഞ്ഞെന്ന് വെച്ചാ പ്രോഗ്രാമിന്റെ ഇടെ സച്ചുയെ കാശിയെ എന്നൊക്കെ വിളിക്കുമ്പോ നിങ്ങക്ക് സംശയം തോന്നാതിരിക്കാനാണ്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? കൊറോണ കാലമായതുകൊണ്ട് വീട്ടിൽ തന്നെയാണ് കളികൾ. മീൻ പിടുത്തവും നീന്തലും അങ്ങനെയൊക്കെ കളികളായിട്ട് അങ്ങ് പോകുന്നു. അപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു ടെന്റ് കിട്ടിയത്. എങ്കിൽ പിന്നെ ടെന്റ് സെറ്റ് ചെയ്ത് കളിക്കാതെ വരുന്നു. അപ്പോ ടെന്റ് അടിക്കുമ്പോ എന്തൊക്കെ ശ്രദ്ധിക്കണം? എവിടെ ടെന്റ് അടിക്കണം? എങ്ങനെ ടെന്റ് അടിക്കണം? അപ്പൊ നമുക്ക് നോക്കാം. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് ടൂറിന് പോകുമ്പോൾ ടെന്റ് അടിച്ച് താമസിക്കണമെന്നുള്ളത്. പക്ഷെ കൊറോണ കാലമായതുകൊണ്ട് ടൂർ ഒന്നും നടക്കത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ തന്നെ ടെന്റ് സെറ്റ് ചെയ്യും. ചേട്ടാ, ഈ ടെന്റ് അടിക്കുന്നതിന് എന്തോ ഇംഗ്ലീഷിൽ പറയുന്നത്? പിച്ചിങ് എ ടെന്റ്. പിച്ചിങ്ങോ? പിച്ചും മാന്തോന്നും അല്ല, പിച്ചിങ് എ ടെന്റ്. ടെന്റ് അടിക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ട കാര്യമാണ് സേഫ്റ്റി. നിങ്ങൾ പരിചയമില്ലാത്ത സ്ഥലത്ത് ടെന്റ് അടിക്കുമ്പോൾ അവിടെ നേരത്തെ വന്ന് അവിടെയുള്ള ആൾക്കാരോട് തിരക്കി സേഫ്റ്റി നോക്കി ടെന്റ് അടിക്കണം. പറ്റുമെങ്കിൽ സഹായത്തിനായി അവിടെ ഉള്ള ആൾക്കാരുടെ നമ്പറോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷന്റെ നമ്പറോ കളക്ട് ചെയ്ത് വെക്കണം. ടെന്റ് അടിക്കുമ്പോൾ എപ്പോഴും നിരപ്പായ സ്ഥലം തിരഞ്ഞെടുക്കണം. അവിടെ കമ്പും കല്ലും കുറ്റിയും ഒന്നും കാണാൻ പാടില്ല. ടെന്റ് കീറാതിരിക്കാൻ ഇതുപോലെയുള്ള പായോ ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റോ ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് മാറ്റ് വെക്കാം. ഇതാണ് ഞങ്ങളുടെ ടെന്റ്. ഇനി നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ടെന്റ് അൺബോക്സ് ചെയ്യാം. ഞങ്ങൾ ഈ ടെന്റ് ആമസോണിൽ നിന്ന് വാങ്ങിയതാ. ഇതിന് 2000 രൂപ വിലയുണ്ട്. ഇതിൽ 6 പേർക്ക് കിടക്കാൻ പറ്റുന്ന പറയുന്നത്. നമുക്ക് നോക്കാം. ഇതിൽ ഫോൾഡബിൾ അലൂമിനിയം റോഡും 4 പ്ലഗും ഒരു നൈലോൺ ടെന്റും ഉണ്ട്. ഇതിൽ 2 സെറ്റ് റോഡുണ്ട്. ഇത് കണക്ട് ചെയ്ത് ഫുൾ റോഡാക്കാൻ പറ്റും. ഇനി നമുക്ക് ടെന്റ് ഓപ്പൺ ചെയ്യാം. ഇതാണ് ടെന്റിന്റെ സ്കെൽറ്റൻ. ഇതിന്റെ ഇടയിൽ കൂടെയുള്ള സ്റ്റിച്ചസ് ആണ് അതിന്റെ ഇടയിൽ കൂടാണ് ഇത് കേട്ടേണ്ടത്. ഞങ്ങൾ ഒരു സൈഡ് സെറ്റ് ചെയ്തു. ഇനി ഓപ്പോസിറ്റ് സൈഡ് സെറ്റ് ചെയ്യാം. നമ്മൾ ഇതിന്റെ പൈപ്പ് എല്ലാം സെറ്റ് ചെയ്തു. ഇനി ഇതിന്റെ ലെഗിലോട്ട് ഇതിന്റെ ഈ പൈപ്പ് കണക്ഷൻ കൊടുക്കണം.
അതുപോലെ ഇവിടെയും കണക്ട് ചെയ്യണം. ഈ സൈഡ് സെറ്റ് ചെയ്യണം. നല്ല കാറ്റുണ്ട് ഇവിടെ. അപ്പൊ നമ്മൾ ടെന്റ് പറന്നു പോകാതിരിക്കാൻ നമുക്ക് പ്ലഗ് സെറ്റ് ചെയ്യാം. 45 ഡിഗ്രി ആംഗിളിൽ വേണം ഇത് സെറ്റ് ചെയ്യാൻ. ഇനി ഇതൊന്ന് ചവിട്ടി ഉറപ്പിക്കണം. ഇതുപോലെ എല്ലാ സൈഡിലും സെറ്റ് ചെയ്യണം. ചേർത്ത് ടെന്റ് കെട്ടണം. അങ്ങനെ നമ്മൾ ടെന്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അതിന്റെ അകത്തോട്ടൊന്ന് കേറാം. ഇതിന്റെ അകത്ത് ഒരു മോസ്കിറ്റോ നെറ്റും ഉണ്ട്. അത് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് കയറാം. ഇതിന്റെ പുറകെയായി ഒരു ബേ വിൻഡോ ഉണ്ട്. ഇതിലും മോസ്കിറ്റോ നെറ്റ് ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് തുറന്നു നോക്കാം. ഇത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ചുരുട്ടി കെട്ടി വെക്കാം. തൽക്കാലം ഞങ്ങൾ മോസ്കിറ്റോ നെറ്റ് ഇടുകയാണ്. 6 മെമ്പർ കപ്പാസിറ്റി ആണ് പറയുമെങ്കിലും അഡൽസ് 4 പേർക്ക് ഇതിൽ സുഖമായി കിടക്കാം. ഇല്ലെങ്കിൽ 2 അഡൽസിനും 3 കുട്ടികൾക്കും ഇതിൽ കിടക്കാം. ഇത് കൂടാതെ നമ്മൾ ക്യാമ്പിങ്ങിന് പോകുമ്പോൾ നമ്മുടെ ലഗേജ് സൂക്ഷിക്കണമല്ലോ. കൊതുകിനെ പ്രതിരോധിക്കാൻ നമുക്ക് ഈ നെറ്റും ഉപയോഗിക്കാം. രാത്രിയിൽ ഈ ഡോറും നമുക്ക് പൂർണ്ണമായി ക്ലോസ് ചെയ്യാം. ഈ ടെന്റ് വാട്ടർ പ്രൂഫ് എന്നാണ് പറയുന്നത്. ഞങ്ങൾ ചെക്ക് ചെയ്തിട്ടില്ല. അടുത്ത ടൂർ പോകുമ്പോൾ ഞങ്ങൾ ചെക്ക് ചെയ്ത് റിവ്യൂ തരാം. എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഈ ടെന്റ്? അടിപൊളിയല്ലേ?